പ്രിയമുള്ളവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. കേരളത്തിലെ ഹയർ സെക്കൻഡറി മേഖലയും പുതിയ പരിഷ്കാരങ്ങളിലേക്ക് കടക്കുകയാണ്. ഹയർ സെക്കൻഡറിയും ക്രെഡിറ്റ് സെമസ്റ്റർ രീതിയിലേക്ക് ഹയർ സെക്കൻഡറി രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഹയർ സെക്കൻഡറിയും ക്രെഡിറ്റ് സെമസ്റ്റർ രീതിയിലേക്ക് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പഠനം ക്രെഡിറ്റ് സെമസ്റ്റർ രീതിയിലേക്ക് മാറ്റാൻ വിദ്യാഭ്യാസ വകുപ്പ് സാധ്യത തേടുന്നു. +1, +2 പഠനം 2 വർഷം എന്നതിന് പകരം 4 സെമസ്റ്റർ രീതിയിലേക്ക് മാറ്റാനാണ് ആലോചന. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ SCERT ഡയറക്ടർ ഡോക്ടർ R.K. ജയപ്രകാശ് അവതരിപ്പിച്ച ആശയരേഖയിലാണ് ഈ നിർദ്ദേശമുള്ളത്. 6 മാസം വീതം ദൈർഘ്യമുള്ള 4 സെമസ്റ്ററിനിടെ 80 മുതൽ 100 വരെ ക്രെഡിറ്റുകൾ നേടി പഠനം പൂർത്തിയാക്കുന്നതിന്റെ സാധ്യതയാണ് പരിശോധിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്കിൽ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ പഠനം ക്രെഡിറ്റ് സെമസ്റ്റർ രീതിയിലാക്കാൻ നിർദ്ദേശമുണ്ട്. ഇതിൽ 4 വർഷത്തിനിടെ 160 ക്രെഡിറ്റുകൾ പൂർത്തിയാക്കണം. ഇതിന് ബദലായി +1, +2 പഠനം സെമസ്റ്റർ രീതിയിലാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. പഠനവും വിലയിരുത്തലും ചേരുന്നതാണ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് പ്രകാരമുള്ള ഒരു ക്രെഡിറ്റ്. വിഷയങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയ ദേശീയ തലത്തിലെ മാറ്റം കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ലെന്നാണ് ധാരണ. ദേശീയ തലത്തിൽ 5 വിഷയങ്ങൾ പഠിപ്പിച്ചാൽ മതി. എന്നാൽ കേരളത്തിൽ ഇത് 6 വിഷയങ്ങളാണ്. ഹയർ സെക്കൻഡറി മേഖലയിൽ ക്രെഡിറ്റ് സെമസ്റ്റർ രീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പരീക്ഷകളുടെ എണ്ണവും കൂടും. നിലവിൽ +1, +2 പഠനത്തിന് വാർഷിക പൊതുപരീക്ഷകളാണുള്ളത്. ക്രെഡിറ്റ് സെമസ്റ്റർ രീതി വരുന്നതോടെ 4 സെമസ്റ്റർ പരീക്ഷകൾ വേണ്ടിവരും. ഇതിൽ 1, 3 സെമസ്റ്റർ പരീക്ഷകൾ സ്കൂൾ തലത്തിലും 2, 4 സെമസ്റ്റർ പരീക്ഷകൾ സംസ്ഥാനാടിസ്ഥാനത്തിലും നടത്താനാണ് ആലോചിക്കുന്നത്. മൾട്ടി ഡിസിപ്ലിനറി പഠനവും പരിഗണനയിലാണ്. സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് താൽപര്യമുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സ്ട്രീമിലെ വിഷയങ്ങളും തിരിച്ചും പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി പഠനവും ഹയർ സെക്കൻഡറി മേഖലയിൽ നടപ്പാക്കുന്നത് പരിശോധിക്കും. റെഗുലർ വിദ്യാർത്ഥികൾക്ക് താൽപര്യമുള്ള മറ്റു വിഷയങ്ങൾ സ്കോൾ കേരളയ്ക്ക് കീഴിൽ പഠിക്കാൻ അവസരം നൽകുന്നതിന്റെ സാധ്യതയാണ് പരിശോധിക്കുക. നൈപുണ്യ വിദ്യാഭ്യാസത്തിനുള്ള ഊന്നലും വർദ്ധിപ്പിക്കും. അപ്പൊ ഇത്തരത്തിലുള്ളൊരു പരിഷ്കരണം വന്നു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിൽ അത് ഒരു നല്ല മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയുള്ള തീരുമാനങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. അങ്ങനെ തീരുമാനങ്ങൾ വരുന്ന മുറക്ക് അതിന്റെ ഡീറ്റെയിൽസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വിദ്യാഭ്യാസപരമായ വാർത്തകളും പുതിയ തീരുമാനങ്ങളും സർക്കാരിന്റെ പുതിയ അപ്ഡേറ്റുകളും യഥാസമയം അറിയുവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.